ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. കഴിഞ്ഞ ദിവസം ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ സിലബസ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിലബസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ടെലഗ്രാം ചാനലിലും സിലബസ് ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആ സിലബസ് എങ്ങനെയാണ് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ പഠിച്ചു തീർക്കേണ്ടത് എന്ന കാര്യമാണ് പറയുന്നത്. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ, അതായത് നമ്മൾ ഒരു 50 ദിവസത്തിനുള്ളിലാണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ 50 ദിവസത്തിനുള്ള ടൈം ടേബിളാണ്. ആ ടൈം ടേബിൾ തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓരോ ദിവസവും മിനിമം 3 കാര്യങ്ങൾ മാത്രം, 3 ടോപ്പിക്ക്, സിലബസിൽ കിടക്കുന്ന 3 ടോപ്പിക്ക് മാത്രമേ മിനിമം പഠിക്കാൻ തരുന്നുള്ളൂ. അത് കറക്റ്റായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ 50 ദിവസത്തിനുള്ളിൽ സിലബസിലുള്ള ടോപ്പിക്ക് നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ മൺഡേ മുതൽ, അതായത് 27 ജൂൺ 27 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജൂൺ 26 വൈകുന്നേരം ടെലഗ്രാം ചാനലും കൂടാതെ കമ്മ്യൂണിറ്റിയിലും എന്തൊക്കെയാണ് ജൂൺ 27 പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇടുന്നതാണ്. ഇതിൽ പിന്നെ ആകെ നമ്മൾ വീക്കെൻഡ്സ് ആയിട്ടുള്ള സാറ്റർഡേ സൺഡേ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. വീക്കെൻഡ്സ് നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് ഒരാഴ്ച നമ്മൾ 5 ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറ്റർഡേ ആൻഡ് സൺഡേ കൊടുത്തിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് MCQ പ്രിപ്പയർ ചെയ്തത് ഇപ്പം എൻ്റെ ചാനലിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടവർക്ക് അറിയായിരിക്കും. ആ MCQ പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ദിവസങ്ങളിൽ ചെയ്യേണ്ടത്. അപ്പം എന്തൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്കാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ഓരോ ദിവസം 50 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ബുക്ക് കരുതി വയ്ക്കാം. എന്നിട്ട് ഫസ്റ്റ് ഡേ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് ഡേ അടുത്ത 3 കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് 5 ദിവസം കഴിയുമ്പോൾ സാറ്റർഡേ സൺഡേ നമ്മൾ എന്ത് ചെയ്യുന്നു, അത്രയും കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുന്നു. മാക്സിമം ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റുന്നത് കളക്ട് ചെയ്യുക. ഞാൻ MCQ ആയിട്ടുള്ളത് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ട് തരാം. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. ചാനലിലെ ഓരോ ലിങ്കും, ഓരോ വീഡിയോയുടെ ലിങ്കും ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ട് തരാം. ഏതൊക്കെയാണ് കാണേണ്ടത്, ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, പിന്നെ MCQ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. അപ്പോൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ വേണം. കൂടാതെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും കൊടുക്കുക. നമുക്ക് എങ്ങനെയാണ് ഇത് പഠിക്കണ്ടേ എന്നുള്ളത് ഒന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് നോക്കിയേ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 10 മൊഡ്യൂള്. അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ്, മാനേജീരിയൽ ഇക്കണോമിക്സ്, കമ്പനി ലോ, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് ഓഡിറ്റിംഗ്. 10 മൊഡ്യൂള്. ഇതിൽ നമ്മൾ ടോട്ടലായിട്ട് 50 ദിവസം എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും നിന്ന്, ഇപ്പോൾ ആദ്യം ഞാൻ അക്കൗണ്ടിങ് ആണ് എടുക്കുന്നത്. അക്കൗണ്ടിങ് ഫുൾ തീർന്നിട്ടാണ് വേറെയിലേക്ക് വരുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ നിന്ന് 3 ടോപ്പിക്ക് മാത്രം ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ അടുത്ത 3 ടോപ്പിക്ക്. ഈ രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്ലാസ് യൂട്യൂബിലാണ് എടുക്കുന്നത്. യൂട്യൂബിലെ ക്ലാസ് ലിങ്ക് എന്നിട്ട് ടെലഗ്രാമിലൊക്കെ ഇട്ട് തരും. അത് പഠിച്ചതിന് ശേഷം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും രാത്രി പോളായിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന രീതിയിൽ നടത്തുന്നത്. നമുക്ക് ടോട്ടലായിട്ടൊരു 145ഓളം ടോപ്പിക്കാണ് തന്നിരിക്കുന്നത്. 10 മൊഡ്യൂളായിട്ട് എല്ലാ ടോപ്പിക്കും കൂടി ആട്ടോ ഞാൻ പറയുന്നത്. 145ഓളം ടോപ്പിക് ഉണ്ട്. അതിനെയാണ് ഞാൻ 50 ദിവസമായിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള ദിവസം, അതായത് സെപ്റ്റംബറിലുള്ള ദിവസങ്ങൾ നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനും പിന്നെ ഇത് തന്നെ റിവിഷനൊക്കെ ഉപകരിക്കും. കൂടാതെ വേറെ ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റ് വായിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെന്ന പ്രതീക്ഷയിലാണ്. എല്ലാവരും എന്തൊക്കെയാണോ കറക്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ കാണുക. ഇപ്പം 3 വീഡിയോ തരുന്നുണ്ടെങ്കിൽ 3 വീഡിയോ കറക്റ്റായിട്ട് കാണുക. രാത്രി ഇന്ന സമയം പറയും, ആ സമയത്തിലുള്ള പോൾ അറ്റൻഡ് ചെയ്യുക. പോൾ അവിടെ കിടന്നോളൂ. നിങ്ങൾക്ക് ആ സമയത്ത് പറ്റിയില്ലെങ്കിൽ കൂടി പോൾ എപ്പോഴാണ് സമയം കിട്ടുന്നത് എന്നതിൽ കൂടെ അറ്റൻഡ് ചെയ്യുക. കൂടാതെ 5 ദിവസം പഠിച്ച് തീർന്നില്ലെങ്കിൽ ശനി ഞായറും പഠിക്കാനുള്ള സമയമുണ്ട്. ആ സമയത്ത് പഠിച്ച് തീർന്നവരെന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. പഠിച്ച് തീരാത്തവർ ആ ദിവസവും കൂടി എടുത്തിട്ട് പഠിച്ച് തീർക്കുക. ഇപ്പോൾ ജൂൺ 27 ഈ തിങ്കളാഴ്ച മുതലാണ് ഇത് തന്നു തുടങ്ങുന്നത്. അതിനു മുന്നേ എനിക്ക് വീഡിയോ ചെയ്യാണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടോളാം. നിങ്ങൾ ആ വീഡിയോസ് കാണാം. ഇപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു ടോപ്പിക്കിന് തന്നെ ചിലപ്പോൾ വീഡിയോ 2-3 വീഡിയോ വരുന്നതുണ്ട് കേട്ടോ. നമ്മുടെ കൺസെപ്റ്റ് തന്നെ ഉണ്ടല്ലോ, കൺസെപ്റ്റ് കുറച്ചധികം ഉണ്ടല്ലോ. ഇപ്പോൾ കുഞ്ഞു വീഡിയോ ആയതുകൊണ്ട് അത് 2-3 വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് പഠിക്കുക. എന്നാലും മാക്സിമം അധികം നേരമൊന്നും നമുക്ക് ആവില്ലല്ലോ. ഒരു 3 ടോപ്പിക്കല്ലേ ദിവസം
പഠിക്കുന്നുള്ളൂ. അപ്പോൾ പഠിക്കുന്നത് കറക്റ്റായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ഉള്ളവരാണെങ്കിൽ കൂടെ ടെക്സ്റ്റ് വായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ടെക്സ്റ്റും വായിക്കുക. പിന്നെ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. MCQ ഞാൻ അല്ലാതെ വീഡിയോസൊക്കെ ചെയ്തും ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഇടാം കേട്ടോ, അതോർത്ത് പേടിക്കേണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ കൂടെ വേണം, നമുക്ക് ഒരുമിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് എക്സാം ഉണ്ട്, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. കറക്റ്റായിട്ട് ഈ 50 ദിവസത്തിനുള്ളിൽ എല്ലാവരും പഠിച്ചെടുക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായി പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.